എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അപ്പോഴേക്കും സാറ പാറുവിനെയും കൂട്ടി മുകളിലേക്ക് നടന്നിരുന്നു. അവിടെ നിക്കടാ ചെക്ക. നൈസായി പാറുവിന്റെ പുറകെ പോകാൻ നിന്നവന്റെ ഷർട്ടിൽ തന്നെ വല്യമ്മച്ചിയുടെ പിടി വീണു. എന്നതാടാ ആ കൊച്ചു പറഞ്ഞ ശരിയാണോ? അവൾക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ലേ? അവൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ തന്നെയാ വല്യമ്മച്ചി. അന്ന് കോളേജിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കുണ്ടായിരുന്നേ. അതിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല അവൾക്ക്. കണ്ണിറുക്കിയുള്ള അവൻ പറഞ്ഞിരുത്തിയതും ജേക്കബ് ആനിയമ്മ അങ്ങോട്ട് വന്നു. നീയപ്പോ നടി ദേ ഇപ്പത്തിയുള്ള ചേട്ടായി. ആളെയും തോട്ടത്തിലേക്ക് ഇറങ്ങിയല്ലേ? ആ ചേട്ടായി പോകുന്നില്ലേ? ദേ ഞാനും അങ്ങോട്ട് ഇറങ്ങുന്നേ. അതും പറഞ്ഞ ഷർട്ടിന്റെ കൈമടക്കി ജേക്കബ് ഇറങ്ങാൻ തുടങ്ങിയതിന് മുന്നേ പിന്തിരിഞ്ഞ റോഷിനെ നോക്കി. പെണ്ണൊക്കെ കെട്ടി വന്നല്ലേ? അപ്പൊ എന്റെ പുന്നാരമോൻ കുളിച്ചു വല്ലതും കഴിച്ചേച്ച് വൈകുന്നേരത്തിന് മുമ്പേ തോട്ടത്തിലെത്തിക്കോണം. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അപ്പന് വേറെ പണിയൊന്നുമില്ലേ? എന്നതാണ് പറഞ്ഞേ? ഞാനങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞാ. അവനെ നോക്കി അമർത്തി മൂളിയാൽ പോയതും അകത്തേക്ക് കയറാൻ തുടങ്ങിയ ആനിയമ്മയെ അവൻ വട്ടം കെട്ടിപ്പിടിച്ചത് ഒരുമിച്ചായിരുന്നു. എന്നതാണ്? എന്റെ അമ്മച്ചിയുടെ മുഖത്ത് കടന്നലുത്തിയോ? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ മാറിക്കൊണ്ട് കൊച്ചു നീ. എന്നതാ അമ്മച്ചി ഇത്? എന്നതാ എന്നോടാണോ നീ ചോദിക്കേണ്ടത്? നീ ഇവിടെ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഞാൻ എന്നതാ പിന്നെ പറയേണ്ടത്? 2 ദിവസം മുന്നേ ഏതൊരു കൂട്ടുകാരനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയ നീ ഒരു പെണ്ണിനെയും കൂട്ടി എന്റെ മുമ്പിൽ വന്നിരുന്ന ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കണോ? ആവും നിന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ആ പട്ടത്തി കൊച്ച്. അപ്പൊ അന്ന് നീ അവളെ മറന്നു എന്നൊക്കെ എന്നോട് കർത്താവിനെ പിടിച്ച് സത്യം ചെയ്ത് വെറുതായിരുന്നില്ലേ ഈ ഉദാസെ? അവന്റെ കവിളിനിട്ട് കുത്തിക്കൊണ്ട് ആനിയമ്മ പറഞ്ഞു നിർത്തിയതും. അയ്യോ എന്റെ അമ്മച്ചി, അന്ന് ഞാൻ മറന്നു പറഞ്ഞ സത്യാ. പക്ഷെ പിന്നെ കർത്താവിനെയാ എന്നെ ഓർമ്മിപ്പിച്ച്. അളി ഇങ്ങനെ ഒരു കേസിലൊക്കെ പെട്ടുപോയിട്ട് എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ടി വരുമോ? ഏതൻ വളരെ സീരിയസ് ആയി തന്നെ അമ്മച്ചിയെ നോക്കി. ഡാടാ കൊച്ചുമോനെ, അമ്മച്ചിയുടെ പൊന്നു മോനെ, എന്റെ അടുത്ത് നീ വിളച്ചിലെടുക്കല്ലേ? അവൻ പെട്ടുപോയി അത്രേ. എനിക്കറിഞ്ഞൂടെ നിന്നെ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറ്റിക്കല്ലേ? അയ്യോ സത്യമായിട്ട് പോലീസിനെ ഞാനല്ല അമ്മച്ചി വിളിച്ച്. വീട്ടുകളയെടുത്തി നമ്മുടെ കൊച്ചുവിന് ആ കുട്ടിയാണ് കർത്താവ് വിധിച്ച്. അത് മാറ്റാൻ നമുക്ക് പറ്റുകയല്ല. ആനിയമ്മ വീണ്ടും മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ റോസി പറഞ്ഞതും. നീ മിണ്ടരുത് റോസി. നീ അപ്പച്ചനടക്ക് എല്ലാവരും കൂടി ഇവനെ കൊഞ്ചിച്ച് വഷളാക്കിയ ഇവനിങ്ങനെ കുരുത്തം കെട്ടതായി പോയത്. മതി ആനി, നിർത്ത്. അവൻ ചെയ്തേച്ചിരി കുരുത്തക്കേട് തന്നെയാ. എന്നാലും ഒരു പെങ്കൊച്ചിനെ, അതും അവൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കൊച്ചിനെ കെട്ടിയ നീ പറയുന്ന അത്ര വലിയ തെറ്റൊന്നല്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ലല്ലോ നീയും കൂടി അവനെ വഷളാക്കിയത്. വലിയമ്മച്ചിയും ചുണ്ടുകൊട്ടി പറഞ്ഞു നിർത്തി. അപ്പൊ ഞാൻ വഷളാണ്, അതിലൂടെ തർക്കമൊന്നുമില്ല. മൂവരെയും നോക്കിക്കൊണ്ട് റോഷി കൈകെട്ടി സോഫയിലേക്ക് ഇരുന്നു. അമ്മച്ചിക്ക് ഇപ്പൊ എന്ത് വേണമെങ്കിലും പറയാം. എന്റെ വിഷമൊന്നും അമ്മച്ചിക്ക് മനസ്സിലാവില്ല. അമ്മച്ചിയുടെ മോനിങ്ങനെ ഒന്ന് വരണമായിരുന്നു. അതെങ്ങനെയാ? എന്നെ പോലെ തങ്ങ പോലത്തെ അച്ചായത്ത് മരുമോളെയല്ലേ അമ്മച്ചി കിട്ടിയത്. അപ്പൊ അതിന്റെ വിഷമം അറിയില്ല. വികാരഭരിതയായി ആനിയമ്മ പറഞ്ഞു നിർത്തിയതും മേരിക്കുട്ടി റോസി എന്ന് പരസ്പരം നോക്കി. ഏതൻ ചിരി കടിച്ചു പിടിച്ച് തലകുനിച്ച്. അയ്യോടാ, എന്നാൽ എന്നെ തങ്കക്കുണമ്പോലുള്ള മരുമോളെ നിന്റെ മരുമോളുടെ മുഖത്തേക്ക് നേരാവണ്ണം നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. പിന്നെ അച്ചായത്തി അതിപ്പോ വലിയ കാര്യമൊന്നുമില്ല അല്ലേടാ കൊച്ചു? പിന്നെ അല്ല, എന്നതായാലും എന്റെ പെണ്ണ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തിനൊപ്പം പിടിച്ചു നിൽക്കേണ്ട ആളാവണ്ടേ? അതുകൊണ്ട് തന്നെയാ അവളെ ഞാൻ പിടിച്ച പിടിയാറങ്ങ് കെട്ടിക്കൊണ്ട് വന്നത്. കണ്ണിറിക്കാവൻ പറഞ്ഞതും 3 പേരുടെയും ചുണ്ടിലൊരു നാണത്തിലുള്ള ചിരി വിരിഞ്ഞു. മോനെ കൊച്ചു, ഒരുപാടങ്ങ് പൊക്കലേടാ. അവരങ്ങ് പൊങ്ങി പൊങ്ങി ആകാശത്തെത്തും, ശൂന്യാകാശത്ത്. പുറത്തുനിന്ന് കയറി വന്ന് അലക്സ് പറഞ്ഞതും എയ്തൻ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോയതാണ് അവൻ. അവനൊരു സത്യം പറയാൻ നിനക്ക് പിടിച്ചില്ല. ഈ ബോടാ ചക്ക. അലക്സിന്റെ കവിളിൽ തട്ടി വലിയമ്മച്ച് അകത്തേക്ക് കയറിയതും ബാക്കി 2 പേരും അവനെ നോക്കി ചുണ്ടുകൂട്ടി അകത്തേക്ക് പോയിരുന്നു. സാറ് എവിടെയാടാ? കെട്ടിയോളെ കാണാൻ നിൽക്കാൻ പറ്റുകയില്ല. പാറുവിനെയും കൂട്ടി മുകളിലേക്ക് പോയിട്ടുണ്ട്. റോഷ പറഞ്ഞു നിർത്തിയാൻ സാറ് താഴേക്ക് എത്തിയിരുന്നു. നീ ഇതെങ്ങോട്ടാടി? മുന്നിൽ നിൽക്കുന്ന 2 പേരെയും മൈൻഡ് ചെയ്യാതെ സാറ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അലക്സിന്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. ആ കൊച്ചിന്റെ ഒരു ബാഗ് എന്റെ വണ്ടിയിലുണ്ടെന്ന്. എന്നിട്ട് പാറുവിടെ? അതിനെ കുളിക്കാൻ കയറ്റിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. അതും പറഞ്ഞ് പുറത്തേക്ക് നടന്ന താറിൽ നിന്ന് ബാഗും എടുത്ത് സാറ പാറുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും റോഷി കള്ളച്ചിരിയോടെ ആ ബാഗിൽ പിടുത്തമിട്ടിരുന്നു. എന്നതാ സാറ്? എന്ന പെണ്ണിന്റെ ബാഗ് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. കണ്ണിച്ചി മിളിയോടെ പറയുന്നതിനെ സാറെ കടുപ്പിച്ച് നോക്കി. അയ്യടാ ഏ ചക്ക, വെളച്ചിലെടുക്കല്ലേ? നീ ഞങ്ങളോട് എന്നടാ പറഞ്ഞ്? അവൾക്ക് നിന്നോട് ലവാണെന്നല്ലേ? അവളെല്ലാം പറഞ്ഞല്ലേ. മിണ്ടരുത് നീ, നിനക്കുള്ള വെച്ചിട്ടുണ്ട് ഞാൻ. അതും പറഞ്ഞ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയോടെ കയ്യിൽ നിന്ന് ഞൊടിയുടെ ബാഗ് തട്ടിപ്പറിച്ച് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അലക്സിന്റെ മേലേക്ക് അവൾ തള്ളിയിട്ട് ആ മുകളിലേക്ക് ഓടിയിരുന്നു. കൊച്ചു നിന്നെ ആനിന്ന്. അലക്സിന്റെ കയ്യിൽ നിന്ന് കുതിരിക്കൊണ്ട് അവൾ ഓടാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടി അവളിൽ മുറുകിയതും സാറ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. അവൻ പോട്ടടി, എന്നതായാലും അവന്റെ കെട്ടിയോളല്ലേ. അനിയന്റെ എല്ലാ തോന്നിയാസങ്ങളും കൂട്ടുന്ന കേട്ടോ. അവൻ നമ്മുടെ കൊച്ചല്ലേടി. അലക്സി ചിരിയോടെ പറഞ്ഞു. നല്ല കൊച്ച. സാറയും നല്ല രീതിയിൽ തലയാട്ടി കൊടുത്തു. മീയുടെ റൂമിന്റെ വാതിലെത്തി കിതച്ചുകൊണ്ട് ഏതൻ ചിരിയോടെ ശ്വാസം വലിച്ചു വിട്ടു.
വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടിരുന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം. ബാഗ് ടേബിളിൽ വെച്ച് കള്ളച്ചിരിയോടെ വാതിൽ ലോക്ക് ചെയ്ത് ഒറ്റ വീഴ്ചയായിരുന്നു അവൻ ബെഡിലേക്ക്. പൊറുക്കി റാസ്കൽ, എന്നോട് പട്ടി കിട്ടും അവനെ. അവൻ പേച്ച്, അവൻ മൂഞ്ചി, അവൻ നടപ്പ്. ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളം തട്ടിത്തെറിപ്പിച്ച് ഭിത്തിയിട്ട് 2 അടി കൊടുത്തു പാറു. അയ്യോ അല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവനെ കെട്ടിയാച്ചല്ലോ. ഇനിയിപ്പോ എന്നാ ചെയ്യും? കടവുളെ ரொம்ப തൊല്ലയാച്ചത്. മുടി തോർത്തി മുകളിലേക്ക് കെട്ടിവെച്ച് ചിന്തിച്ചുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഡ്രസ്സില്ലെന്ന കാര്യത്തെക്കുറിച്ച് പെണ്ണിന് ബോധം വന്ന്. ആ അക്ക ഇപ്പൊ പയ്യെടുത്ത് വന്നിട്ടുണ്ടാവണം. അക്ക, സാറക്ക, നീങ്ക അങ്ങ് ഇരിക്കാ. ബാത്റൂമിൽ നിന്ന് വെള്ളം നിലച്ചതിന്റെ ശബ്ദം കേട്ട് അവളിപ്പ് ഇറങ്ങി വരുന്ന കാത്തിരുന്ന ഈതൻ പാറുവിന്റെ വിളിച്ചുകൂടൽ കേട്ട് എന്തു പറയുന്നറിയാതെ ഒരു നിമിഷം മിഴിച്ചിരുന്നു. ആ പാറുകൊച്ചേ, ഞാൻ വന്നു, ഇങ്ങോട്ട് ഇറങ്ങി പോന്നേക്ക്. അടുത്ത നിമിഷം പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ സൗണ്ട് മോഡുലേഷൻ വരുത്തി അവൻ വിളിച്ചു പറഞ്ഞതും അകത്ത് നിൽക്കുന്ന പാറുവിന്റെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. ഉന്നോട് സൗണ്ട് എന്നാച്ചാക്ക റൊമ്പ വ്യത്യാസമാ തെരിയത്. കർത്താവേ, കുട്ടി പിശാച് കണ്ടുപിടിച്ചോ? മുകളിലേക്ക് നോക്കി കുരിശ് വരച്ച് അവൻ ഒന്നുകൂടി തൊണ്ട ശരിയാക്കി. അത് പാറു, എനിക്ക് പെട്ടെന്ന് ചുമ വന്നപ്പോ സൗണ്ട് മാറിയതാ. ശബ്ദമുണ്ടാക്കി ചുമച്ചവൻ പറഞ്ഞു നിർത്തിയതേ. ഓ അപ്പടിതാനാ. പാർവതി വിശ്വസിച്ചെന്ന് ഉറപ്പായതും റോഷ് നീട്ടിയെന്ന് ശ്വാസം വിളിച്ചു. അക്ക, അന്ത പയ്യിൽ നിന്നോ ഡ്രസ് എടുത്തിരിങ്ങളാ? പാറു വീണ്ടും വിളിച്ചു ചോദിച്ചു. അവന്റെ മുഖം ഇരുണ്ടിരുന്നു. അയ്യടി, അങ്ങനെ ഇപ്പൊ ഇച്ചായനെ വെച്ച് അതിന്റെ ഉള്ളിൽ നിന്നേച്ച് ഡ്രസ്സ് മാറേണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. പാറു, ഇനി ഇങ്ങോട്ട് വന്ന് മാറിയാൽ മതി പാറു, അല്ലെങ്കിൽ തുണി മൊത്തം വെള്ളാവും. നീ അവിടെയുള്ള ടവലും ചുറ്റി ഇറങ്ങിക്കോ. ശരിയോട് അവൻ തൊണ്ടയിൽ അമർത്തി പിടിച്ച് വിളിച്ചു പറഞ്ഞു. പാറു ബാത്റൂമിൽ നിന്ന് കാര്യമായി ചിന്തിക്കുകയാണ്. ആ അക്ക സ്വന്നെ ശരിതാൻ, പയ്യുള്ള ധാവണിയാണ്, എങ്കിന്ന് മാറിയാൽ നനഞ്ഞു പോയിടും. അവിടെയുള്ള ടവലെടുത്തവൾ ദേഹത്ത് കെട്ടിയതും പെണ്ണിന്റെ മുഖം വാടി. മുട്ടിന് മേലെ നിന്ന് വല്ലാതെ കയറിയിട്ടാണ് കിടക്കുന്നത്. ഒപ്പം എത്ര കെട്ടിയിട്ടും ശരിക്കും മുറുകുന്നുമില്ല. സാറയുടെ മുന്നിലേക്കാണെങ്കിൽ അങ്ങനെ പോകാൻ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. പാറു ചുമ്മാ അവിടേക്ക് നോക്കിയതും ബക്കറ്റിൽ മിയ മാറിയിട്ട് ഒരു സ്കേർട്ട് അതിൽ കിടപ്പുണ്ട്. അതിന്റെ ടോപ്പ് താഴെ ആയതുകൊണ്ട് നനഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ആ സ്കേർട്ട് എടുത്തിട്ട് പാറു മാറോളം കയറ്റി കെട്ടിവെച്ചു. ഇപ്പൊ മുട്ടിന് തൊട്ടുമുകളിൽ സ്കേർട്ട് ഇരിപ്പുണ്ട്. ഒപ്പം മുകളിലൊക്കെ ഇട്ട് മുറുകിയിട്ടുണ്ട്. കഴിഞ്ഞില്ലേ പാറു? അപ്പോഴേക്കും പുറത്തുനിന്ന് അക്ഷമയോടെയുള്ള വിളി വന്നതേ. ആ ദാ വരണോക്ക പറഞ്ഞുകൊണ്ട് തലയിലെ ടവലഴിച്ച് അവൾ വാതിൽ തുറന്ന് ഒരുമിച്ചായിരുന്നു. ബെഡിൽ കിടന്ന് ചിരിച്ച് കുത്തി പറഞ്ഞ ഈതൻ ബാത്റൂം വാതിൽ തുറന്ന ശബ്ദം കേട്ടതേ ചാടി എഴുന്നേറ്റിരുന്നു. മുടി മുഴുവൻ മുന്നിലേക്കിട്ട് തോർത്തി വരുന്ന പാറു അവനെ കണ്ടതേയില്ല. ഒരു നിമിഷം അവിടെ വരവ് കണ്ട് അവൻ കണ്ണും തള്ളി അങ്ങനെ നിന്നു. അക്ക, ഞാൻ മൊഴി തോർത്തി മുന്നിലേക്കിട്ട് എന്തോ പറയാൻ വന്നവൾ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവനെ കണ്ട് തറഞ്ഞു നിന്നുപോയി. എന്നടാ പൂർക്കി റാസ്കൽ, നീ ഇങ്ങ നിക്കറേ? വീണ്ടും നീ എന്നെ ഏമാത്തിയല്ലേ? സാർക്ക് സൗണ്ട് പൊട്ട് നീ താനേ ഉന്നെ ഞാൻ. അടുത്ത നിമിഷം ചീറിക്കൊണ്ട് പാറവന് നേരെ പാഞ്ഞു വന്നെങ്കിലും എഴുതന്റെ നിൽപ്പിൽ യാതൊരു വിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്ന അവിടെ നഗ്നമായ കഴുത്തിലേക്കും വെളുത്ത പാദങ്ങളിലേക്കുമെല്ലാം അവന്റെ നോട്ടം മാറി മാറി പതിഞ്ഞു. തന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നവളെ കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചവന് ഉമിനീരിറക്കി. എന്നോട് പൊറുക്കി, നീ ഇപ്പടി പാക്കറേ, ഞാൻ ഡ്രസ് പോടാമല്ലോ വന്നിരിക്കാം. അവനെ ആ നോട്ടത്തിൽ കണ്ണുരുട്ടി പറഞ്ഞ് പെണ്ണ് അവന് നേരെ ചാടിയതും ഒരു നിമിഷം ബോധം വന്ന പോലെ അവൾ സ്റ്റെക്കായി നിന്നു. ഇത്ര നേരം അവനെ കണ്ട ദേഷ്യത്തിൽ പെണ്ണിട്ടിരിക്കുന്ന വേഷത്തിന്റെ കാര്യം പാടെ മറന്നുപോയിരുന്നു. കടവുളേ വിളിക്കലും വായും പൊത്തി അവൾ തിരിഞ്ഞ് ബാത്റൂമിലേക്ക് ഓടാൻ പോയത്. അവളുടെ നീക്കം മുൻകൂട്ടി കണ്ട പോലെ ഞൊടിയിടയിൽ അവളെയും പൊക്കി റോഷ് ബെഡിലേക്ക് വീഴലും കഴിഞ്ഞു. വീട്ടും കേട്ടോ എന്നെ സാർക്കാ അലറി പൊളിച്ചവൾ വിളിച്ചത് അവന്റെ കൈയോടെ വാപുത്തി. പെണ്ണിന്റെ പല്ല അവന്റെ കയ്യിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അടങ്ങി കിടക്കടിയോടെ പറയിലും കുതിരി മാറാൻ നോക്കുന്നവളെ അവൻ കാലും കൈയും വെച്ച് ലോക്ക് ചെയ്തത് അവന്റെ കാര്യത്തിലൊന്നും അനങ്ങാൻ പോലും പാറുവിന് പറ്റിയില്ല. മര്യാദ എന്നെ വിട്ടോ, ഇനി അവനെ സുട്ടിടുവേ റാസ്കൾ. പൊറുക്കിയും റാസ്കളൊക്കെ നിന്റെ മാമ അമ്പിയില്ലേ, അങ്ങേര് മര്യാദക്ക് ഇച്ചായാന്ന് വിളിക്കടിന്റെ കെട്ടിയോളെ. ഒരീണത്തിൽ അവൻ പറഞ്ഞെടുത്തിയതും കലിയിൽ അവിടെ കുഞ്ഞുമുഖം ചുവന്നേറി. എന്നോട് പട്ടി കൂപ്പിടു എന്നെ കിച്ചായെന്ന്. ആഹാ, അത്ര കായോ? എന്നാ പിന്നെ പാറുകൊച്ചിനെ കൊണ്ട് ഈ ചായാന്ന് വിളിപ്പിച്ചിട്ട് തന്നെ കാര്യം. അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം താഴ്ന്നു വരുന്ന കണ്ട് പാറു ഞെട്ടി വിറച്ചു പോയി. എന്നാ ഹോട്ടാണെന്നറിയോ പാറുകൊച്ചി, നീയിപ്പോ മൊത്തത്തിലങ്ങ് കടിച്ചതിനാ തോന്നാടി. പതിഞ്ഞവന്റെ സ്വരം കൂടി കാതിലെത്തിയതും പാറുവിനെ നെഞ്ചി ശക്തിയിൽ മിടിച്ചു നിന്നു. വേനായിതൻ കഴുത്തിൽ അവന്റെ ശ്വാസമേറ്റതും പിടച്ചിലോട് അവൾ പറഞ്ഞെങ്കിലും അതവൻ കേട്ടോ എന്ന് പോലും സംശയമാണ്. കഴുത്തിൽ അവന്റെ ചുണ്ടിന്റെ തണുപ്പിനൊപ്പം പല്ലുകൾ കൂടി ആഴ്ന്നിറങ്ങിയതും പാറുവെന്ന് ഏങ്ങി. മൊത്തമായി അവന്റെ മുഖം കഴുത്തിടുക്കിലേക്ക് അമർന്നതും അവളുടെ ഏങ്ങലടി ഉച്ചത്തിലായത് എഴുതൻ ഞെട്ടി തല ഉയർത്തി.
എന്റെ ഈശോയെ, ഇങ്ങനെയൊക്കെ അറിയാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്റെ പാറുകൊച്ചേ. പറയലും കണ്ണീരൊഴുകിയിറങ്ങി അവളുടെ കവിളിൽ അവന്റെ ചുണ്ടുകൾ ശക്തിയിൽ പതിഞ്ഞിരുന്നു. അതും കൂടിയായത് കണ്ണുകൾ ഇറുകി അടച്ചു പിടിച്ച് കൂട്ടിപ്പിടിച്ച് അവൾ വിതുമ്പിപ്പോയി. ഞാൻ നിർത്തി. പാറയിൽ അവളെ വിട്ടവൻ എഴുന്നേറ്റതേ കണ്ണുകൾ തുറന്ന പാറു അടുത്ത നിമിഷം അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കുന്നതിനൊപ്പം അവന്റെ വയറിനിട്ട് ഒരു ചവിട്ടും കൂടി കൊടുത്തിരുന്നു. നല്ല ചവിട്ടായതുകൊണ്ട് വയറും പൊത്തി അവൻ ഇരുന്നതേ. ആ സമയം കൊണ്ട് പാറു ബെഡിൽ നിന്ന് ചാടിയിറങ്ങി ഓടി. എന്നാൽ ബാത്റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ എയ്തൻ അവൾ ഇടുപ്പിലൂടെ പൊക്കിയെടുത്തിരുന്നു. അവന്റെ കയ്യിൽ കിടന്ന് കാലിട്ടടിച്ച് അവൾ പിടഞ്ഞു പൊന്തി. ബെഡിലായിരുന്നവൻ അവൾ അടക്കി പിടിച്ചു മടിയിലേക്ക് ഇരുത്തുന്നതിനൊപ്പം അവളുടെ കാലിന് മീതെ കാൽ വെച്ച് പെണ്ണിനനങ്ങാനാവാത്ത വിധം വീണ്ടും അവളെ ലോക്ക് ചെയ്തിരുന്നു. നിന്റെ ഇച്ഛായന് ശരീരം നന്ന ഭ്രാന്താണെന്ന് എന്റെ കൊച്ചിന് അറിയത്തില്ലയോ? എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കുറുമ്പോടെ പറയുന്നതിനൊപ്പം അവന്റെ കൈ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയതും പാറുവിന്റെ ശ്വാസം നിലച്ചിരുന്നു. ഈ ചായ ദേ തന്ന 2 പേപ്പർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പാറുവിൻ്റെ അടുത്ത് പോയച്ചും വരട്ടെ കേട്ടോ. പറഞ്ഞുകൊണ്ട് സാറ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അലക്സിന്റെ പിടി അവളിൽ വീണിരുന്നു. അത് എന്നാ പോക്ക എന്റെ സാറാമേ, നിന്റെ ഇച്ഛാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ? ഒന്നും മസാജ് ചെയ്ത് ആടി വേണ്ടേ? പറയലും അവളുടെ കൈയെടുത്ത് അവൻ തലയിലേക്ക് വെച്ചതും സാർ അവനെ നോക്കി. നിങ്ങളുടെ പുന്നാരെ അനിയൻ്റെ അടുത്ത് ആ കോച്ച ഒറ്റക്കാ, ആദ്യം അത് പോയി നോക്കട്ടെ, എന്നിട്ട് ആ മസാജ്. അവന്റെ കെട്ടിയോടെ കാര്യം അവൻ നോക്കിക്കോളൂ, നീ നിന്റെ കെട്ടിയോന്റെ കാര്യം നോക്കടി ഡി പ്ലീസ്. അവളുടെ കൈ പിടിച്ചുണ്ടോട് ചേർത്ത് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവന് നോക്കി കണ്ണുരുട്ടിയെങ്കിലും ചിരിയോടെ തന്നെ അവന്റെ മുടിയിഴകൾക്കുള്ളിൽ സാറ കൈ കടത്തിയിരുന്നു. അവളുടെ വിരലുകളുടെ മാന്ത്രികതയിൽ ഒരു ചിരിയോടെ അലക്സും കണ്ണുകൾ അടച്ചു. നിന്റെ ഈ ചായന് ശരീരം നൊന്താ ഭ്രാന്താണെന്ന് എന്റെ കൊച്ചിന് അറിയത്തില്ലയോ? എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കുറുമ്പോടെ പറയുന്നതിനൊപ്പം അവന്റെ കൈ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറിയതും പാറുവിന്റെ ശ്വാസം നിലച്ചിരുന്നു. വേന അപ്പടിയൊന്നും ചെയ്യവേന, ഉന്നെ കൊല്ലാമ ഞാൻ വിടമാട്ടി പൊറുക്കി. അവന്റെ കൈ മാറിലെ കെട്ടിലേക്കുള്ള ദിശയിലേക്ക് പോകുന്നറിഞ്ഞ പാറു അലറിക്കൊണ്ട് അവന്റെ മടിയിലിരുന്ന് തുള്ളി. തുള്ളാതെ അടങ്ങിയിരിക്കന്റെ കണ്ണേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അഴിക്കാതെ നിന്റെ കെട്ട് താനെ അഴിഞ്ഞു വീണോളൂ. കുറുമ്പോടെ പറഞ്ഞവൻ ചിരിച്ചതും ചീറിക്കൊണ്ട് അവൾ തിരിഞ്ഞത് അവളുടെ പിൻകഴുത്തിനെ മറച്ച് കിടക്കുന്ന മുടിഴകളെ വകഞ്ഞു മാറ്റി. തോളിലായി അവന്റെ പല്ലുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു. വേദനയിൽ പെണ്ണലറിക്കരഞ്ഞതും ചിരിയോടെ അവൻ നാവും ചുണ്ടും ചേർത്ത് അവിടെ ഒന്ന് നുണഞ്ഞു വിട്ടു. ചുമ്മാ കാറിപ്പൊളിക്കേണ്ട എന്റെ പാറുകൊച്ച്, നിന്റെ ഒച്ച ഈ റൂം വിട്ടേ പുറത്തു പോകത്തില്ല. പറഞ്ഞുകൊണ്ട് അവിടെ തോളിൽ താടി കുത്തി മുഖത്തേക്ക് നോക്കുന്നവനെ പാറു കലങ്ങിയ കണ്ണാലെ നോക്കി. എന്നാ പറ്റി എന്റെ പാറുകൊച്ചിന്? ഇച്ചായനൊന്ന് സ്നേഹിച്ചേച്ചതല്ലേ, ഇനിയും എന്നെ വേദനിപ്പിച്ചേച്ചും പോകാൻ നോക്കുമ്പോ എന്റെ കൊച്ചി ഇതൊക്കെ ഒന്ന് ഓർക്കണം. ചിരിയോടെ പറഞ്ഞാൽ അവിടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചതും പാറു പെട്ടെന്ന് മുഖം തിരിച്ചു. ഉന്നെ പറ്റി എനിക്ക് നല്ല തിരിയുമെയ്തൻ. അന്ന് കോളേജിൽ വെച്ച് ഞാനൊന്ന് ഇൻസൾട്ട് പണിയതിന് നീ എന്നോട് പകപോക്കുന്നല്ലേ? ഇതൊക്കെ നീ റൊമ്പ കെട്ടതെന്താ? മൂക്ക് വലിച്ചു കയറ്റി അവൾ പറഞ്ഞതും ഈ വിളിത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്നറിയാതെ അവൻ അവളെ മിഴിച്ചു നോക്കി. ഓ ഓ ഓ ഓ കോളേജിൽ വെച്ച് നടന്നല്ലേ? അതേടി, ഞാൻ നിന്നോട് പകപോക്ക് തന്നെയാ. എന്റെ പ്രതികാരം എന്റെ കൊച്ചിയിൽ ലൈഫ് മുഴുവൻ അനുഭവിക്കാൻ തയ്യാറായിക്കോ. പെട്ടെന്ന് എന്തൊക്കെയോ കത്തിയ പോലെ ഉള്ളിൽ പൊട്ടി വന്ന ചിരിക്ക് അടിച്ചു പിടിച്ചവൻ ഗൗരവത്തോടെ പറഞ്ഞതും പാറു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്നടാ சொன்னது? അപ്പൊ ഇത് മുഴുവൻ പ്ലാനാ? ഏയ്, മുഴുവനായിട്ട് എന്റെ പ്ലാനൊന്നുമില്ല, എന്നാലും കുറച്ച്. ചിരിയോടെ പറഞ്ഞവൻ കണ്ണടിച്ച് കാണിച്ചതും. പാവി, മര്യാദ ഉന്മയെ സൊല്ലുടാ, നീ താൻ ഇതിക്കെല്ലാം കാരണം സൊല്ലുടാ, സൊല്ല്. അടുത്ത സെക്കൻഡിൽ അവന് നേരെ തിരിഞ്ഞ് പാറു ചെക്കന്റെ കോളിൽ പിടിച്ചു വലിച്ചിരുന്നു. കോപപ്പെടാതെ എന്റെ കണ്ണമ്മേ, ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ. ശരിക്കുള്ള പ്രതികാരം നമുക്ക് സ്വല്പം കഴിഞ്ഞ് തുടങ്ങിയേക്കാം. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം അവിടെ മാറിന് നേരെ താഴ്ന്നു വന്നതും ഒറ്റ തള്ളായിരുന്നു പാറു. ഞാൻ എന്നെ ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പകപോക്കുന്നത്? അന്ന് നീ താനേ എന്നെ തൊന്തരവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനെന്താ കോളേജിൽ മാറി പോയിട്ട് എന്നിട്ടും എന്നോട് പക മുടിയില്ല. ചുണ്ടുകൂർപ്പിച്ച് ഓരോന്നും ചോദിക്കുന്നവളെ കണ്ട് സത്യം പറഞ്ഞ ഇതിന് വീണ്ടും ചിരി വരുന്നുണ്ടായിരുന്നു. നീ കോളേജ് മാറിപ്പോയെന്ന് വെച്ച് നിന്നെ എങ്ങനെ വെറുതെ വിടാൻ നിന്റെ ഇച്ചായന് പറ്റൂടി? നീ ചെന്നൈയിൽ കോളേജിൽ ചേർന്നൊക്കെ ഇച്ചായൻ അറിഞ്ഞതാടി. പിന്നെ എന്റെ കൊച്ചു കുറച്ചാളെ സമാധാനമായിട്ട് പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണ്ടേ
നമുക്ക് നമ്മുടെ ഭാവി പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് അത്ര നേരം ഞാൻ നിന്നെ വെറുതെ വിട്ടതല്ലേ. എന്നാലും എന്നെ കണ്ണനെ കാണാൻ ഇച്ചായനെ എല്ലാ ആഴ്ചയും ചെന്നൈക്ക് വന്നിട്ടില്ലേടി. കള്ളച്ചിരിയോടെ പറഞ്ഞതും പാറു വാ തുറന്ന് അവനെ നോക്കി. പെട്ടെന്ന് എന്തോ കിട്ടിയ പോലെ അവളവനെ നോക്കിയതും. അപ്പൊ ചെന്നൈയിൽ വെച്ച് എന്നെ ഫോളോ ചെയ്ത് തന്ന ബൈക്കുകാരൻ അത് നീയാണോ? ആണോ? ഞാനാണോ? നിനക്ക് ഇത്ര കുറപ്പാണെങ്കിൽ ഞാൻ അയക്കും പറഞ്ഞുകൊണ്ട് അവൻ ഇളിച്ചു കാണിച്ചു. എതുക്കടാ നീ ഇതെല്ലാം ചെയ്യേ? നെറ്റിയിൽ കൈവച്ച് അവൾ പറഞ്ഞതും. ചുമ്മാ ഒരു രസം. നിന്നോട് എനിക്ക് പകയാലിടി, അതൊക്കെ വീട്ടുണ്ട്. കുറുമ്പോടെ അവൻ കണ്ണിറുക്കി കാണിച്ചു. പിന്നെ വേറൊരു കാര്യം, നീ വിശ്വസിച്ചാനില്ലെങ്കിലും ഈ ചാനിപ്പോ പറഞ്ഞേക്കാം, ആ പന്നകൾ നിന്റെ പുറകെ വിട്ട ഞാനല്ല. അതുപോലെ പോലീസിനെ ഞാൻ വിളിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ വിധിയാ. നിന്നെ എനിക്ക് വേണ്ടി തന്നെയാടി കർത്താവ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂടി എന്റെ പാറുകൊച്ച് പറഞ്ഞു നിർത്തിയവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചത്. കൊച്ചു ഡാ, നീ അകത്തുണ്ടോ? പാറു. വാതിൽ കൊട്ടിയുള്ള സാറിയുടെ വിളിയോടെ മുഴങ്ങിയിരുന്നു. ആ സാറു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാർക്ക എന്നെ കാപ്പാത്ത്, ഈ പൊറിക്കണ്ട. അപ്പോഴേക്കും കാറിപ്പൊളിച്ച പാറുവിന്റെ വാ എഴുതാൻ പൊത്തി. ആ കൊച്ചു വാതിൽ കൊടുക്കടാ, നീ തുറന്നില്ലേ, ഞാൻ ഇച്ചാനെ വിളിക്കുവേ. പാറുവിന്റെ ഒച്ച കേട്ട് ശക്തിയിൽ സാറ വാതിലിൽ കൊട്ടി. ഓ, എന്നാത്തിനാ സാറ് ചേട്ടായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനിപ്പോ തുറന്നേക്കാം, ആ വാതിൽ തല്ലി പൊളിക്കല്ലേ പറഞ്ഞുകൊണ്ട് അവൻ പാറുവിനെയും പിടിച്ച് എഴുന്നേറ്റതും പെണ്ണ് പിടഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് കുതിരാൻ ശ്രമിച്ചത് മാറിൽ കെട്ടിയിരുന്ന കെട്ടഴിഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം പാറുവും മെയ്തനും ഒരുമിച്ച് ഞെട്ടി. ഞൊടിയിടയിൽ താഴേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങിയ ടവൽ അവളുടെ മാറിലേക്ക് ചേർത്തവൻ കെട്ടിയതും മാറിലേറ്റ അവന്റെ വിരലിന്റെ സ്പർശനത്തിൽ അവൾ വിറച്ചു പോകുന്നതിനൊപ്പം അവന്റെ വിരലുകളും ആ തുടിപ്പിൽ തട്ടി അറിയാതെ ഒന്ന് വിറച്ചിരുന്നു. സസ്പെൻസ് വിളിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഈ ചായനെ അപ്പ കണ്ടോളാം, വരട്ടെ. അവൻ പറഞ്ഞു തിരിഞ്ഞടന്നു. പാറു അപ്പോഴും എഴിച്ചു നിൽക്കുകയായിരുന്നു. അടുത്ത നിമിഷം ശരീരത്തിൽ മുറുകിയ കൈക്കൊപ്പം തിരിച്ചു വന്നവന്റെ പല്ല് അവളുടെ കഴുത്തിന് താഴെയായി ആഴ്ന്നതും പാറു ഞെട്ടി കണ്ണുകൾ ഉയർത്തി. അതെ, ഇത്രയെങ്കിലും തന്നില്ലേ എനിക്കിന്ന് ഉറക്കം വരില്ലടി. വൈകുന്നേരം പറ്റിയെങ്കിൽ ഈ ചായന ഓടി വരാട്ടാ. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നു പോയതും തളർച്ചയോടെ പാറു ബെഡിലേക്ക് ഇരുന്നു പോയി. എന്താണ് നീ ആ കൊച്ചിനോട് കാണിച്ച്? അവൾ എന്നാത്ര കരഞ്ഞേ? പുറത്തേക്ക് ഇറങ്ങിയതേ സാറ ഇതിനു മുമ്പിൽ കയറി നിന്നു. 10 നിമിഷം അതിൽ കൂടുതൽ അലക്സിന്റെ അടുത്ത് നിൽക്കാൻ സാറയ്ക്ക് കഴിഞ്ഞില്ല. പാറുവിന്റെ കാര്യം ആലോചിച്ച് ഓടി വരികയായിരുന്നു പെണ്ണ്. പിന്നെ ഞാൻ എന്നാ കാണിക്കാൻ എന്റെ സാറ് കൊച്ച്? അതിനൊക്കെ ഇനിയും സമയം കിടക്കുമല്ലേ? കാലുകൊണ്ട് കളം വരച്ച നാണത്തോടെയുള്ള അവന്റെ പാവം കണ്ട് സാറ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് അവനെ കണ്ണുരുട്ടി നോക്കി. ആ കൊച്ചിന്റെ ഒരു ഗതികേട്. ഓ പിന്നെ സുന്ദരനും സുമുഖനും ആരോഗ്യതൃഗാത്രനും അഭ്യസ്തവിദ്യനും സർവോപരി സൽഗുണ സമ്പന്നനുമായിട്ടുള്ള എന്നെ കിട്ടിയ അവളല്ലേ ഭാഗ്യവതി എന്റെ സാറു. സാറയുടെ താഴിൽ പിടിച്ച് അവൻ കൊഞ്ചിച്ച് പറഞ്ഞു. സാറ കൈ തട്ടി മാറ്റിയിരുന്നു. ഡാഡാ കൊച്ചുമോനെ, നിന്നെ 5-ാം വയസ്സ് മുതൽ കണ്ടു തുടങ്ങിയാ ഞാൻ. എന്നോട് തന്നെ വേണോ നിന്റെ സൽഗുണത്തിന്റെ വിവരണമൊക്കെ? ഒന്ന് പോ സാറ് കൊച്ച്, ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പോവാതെ. ഡാ, നീ കഴിക്കാൻ നിൽക്കുന്നില്ലേ? അതും പറഞ്ഞ അവിടെ കവിളിൽ നിന്നുള്ളി വിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയവനെ സാറ പിന്നിൽ നിന്ന് വിളിച്ചു. ഇല്ല, ഇപ്പൊ തന്നെ വൈകി. ഒരു കുളിവാസാക്കി തോട്ടത്തിൽ പോയച്ചും അവിടെ നിന്നെങ്കിലും കഴിച്ചോളാം ഞാൻ. അല്ലെങ്കിൽ കല്യാണത്തിന് പോകാൻ എന്റെ ശവടക്കായിരിക്കും അപ്പൻ എടുക്കുക. എന്റെ പൊന്നാര സാറെ കൊച്ച് അകത്ത് അടയിരിക്കുന്നവളെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കിയേക്ക് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണി ചിമ്മി കാണിച്ചും അവൻ ചിരിയോടെ നോക്കി. സാറ പാറുവിനടുത്തേക്ക് നടന്നിരുന്നു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് സ്പീഡിൽ ദാവണി വലിച്ചുറ്റിക്കൊണ്ടിരുന്ന പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി.